ഇന്നെൻ്റെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു 11 മണിക്ക് ശേഷമുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്നതിന് ശേഷം അയൺ ചെയ്യാൻ നിന്നു. കട് ഡ്രസ്സൊക്കെ അയൺ ചെയ്യണമായിരുന്നു. അപ്പോൾ ദിവസേന ആ നേരത്താണ് അത് ചെയ്യാറ്. അപ്പോൾ അത് ആ നേരത്തെ ചെയ്തില്ലെങ്കിൽ പിന്നെ നടക്കില്ല. അപ്പോൾ അത് കാരണം അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ താഴേക്ക് പോവുള്ളൂ. അപ്പോൾ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അയൺ ചെയ്യുമ്പോൾ എപ്പോഴും ചെരുപ്പിട്ടിട്ട് അയൺ ചെയ്യണം എന്ന് പറയും. ഞാൻ ചെരുപ്പിട്ടിട്ട് തന്നെ അയൺ ചെയ്യാറ്. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഷോക്ക് അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്തോളൂ. നിങ്ങളും അതുപോലെ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ പിന്നെ പുറത്ത് ഉണങ്ങിയ തുണികൾ നോക്കി ഞാൻ എടുക്കണം കേട്ടോ. എല്ലാതും ഉണങ്ങി കിട്ടണില്ലല്ലോ. അപ്പോൾ കട്ടിയുള്ളതൊന്നും ഉണങ്ങി കിട്ടില്ല. അപ്പോൾ കട്ടി കുറഞ്ഞ തുണികൾ നോക്കി ഉണങ്ങിയത് നോക്കി ഞാൻ എടുത്തു. പിന്നെ ഞാൻ താഴത്തേക്ക് പോയി. ഒരു മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കായം പരട്ടി വെക്കുകയാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ജീരകപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഉപ്പ്, പിന്നെ തൈര്, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുത്ത് മാരിനേറ്റ് ചെയ്ത് അവിടെ വയ്ക്കാം. ഞാൻ വൈകിട്ട് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണതാണ്. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തതൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കണം. തൈര്, പിന്നെ കസൂരി മേത്തിയൊക്കെ ഇട്ടല്ലോ. അപ്പോൾ അതും കൂടി ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കണം. അപ്പോൾ അങ്ങനെ ആ പണിയോടെ കഴിഞ്ഞു. ഇനി ആ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വയ്ക്കണം. ചിക്കൻ നമ്മൾ ചോര വാലാൻ വേണ്ടി വെക്കില്ലേ, വലിയ പാത്രത്തിൽ തന്നെ ഞാൻ ചിക്കനൊക്കെ കഴുകുക കേട്ടോ. പച്ചക്കറി ആയാലും വലിയ പാത്രത്തിൽ തന്നെ കഴുകുക. മീനായാലും അത് അങ്ങനെ വലിയ പാത്രത്തിൽ തന്നെ എടുക്കും. പിന്നെ മൺചട്ടി എടുക്കും ഉരച്ച് കഴുകാൻ വേണ്ടിയിട്ട്. കഴുകിയിടാൻ വേണ്ടിയിട്ട് ഈ വലിയൊരു വട്ടയുണ്ട്, അതിലാണ് ഒക്കെ കഴുകിയിടുക. അപ്പം അങ്ങനെയൊക്കെ കഴുകലൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് ലഞ്ച് കഴിക്കണം. അപ്പോൾ ചോറ് ഞാൻ പകർത്തി വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ചോറ് ഇന്ന് മീൻകറി ഉണ്ട്. എന്താ ചെമ്മീനും കായിട്ട് വെച്ച കറി ഉണ്ട്. അപ്പോൾ ഇത്തിരി ചോറ് തിന്നാനൊരു മോഹം തോന്നിയിട്ട് ചോറും കൂടി കഴിക്കുന്നുണ്ട്. പിന്നെ മത്തങ്ങയും പയറും ഉപ്പേരി വെച്ചതുണ്ട്. അപ്പോൾ അതും കൂട്ടി ചോറ് ഭക്ഷണം കഴിച്ചു. ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം ചോറ് കഴിക്കണതാണ്. പിന്നെ ഞാൻ ഇതിൽക്കൊരു മസാല ഉണ്ടാക്കണ്ടേ നമ്മൾ ബട്ടർ ചിക്കനിലേക്ക്. അപ്പോൾ അതൊന്ന് വൈകിട്ടായപ്പോൾ വന്നിട്ട് അതൊന്ന് സബോള 2 എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലി കളഞ്ഞെടുത്ത് ചെറുതാക്കി നുറുക്കിയെടുക്കുക. അത്ര ചെറുതാക്കൊന്നും വേണ്ട, നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതല്ലേ. അപ്പോൾ അതൊന്ന് നുറുക്കിയെടുക്കണം. പിന്നെ അതിലോട്ട് വേണ്ടത് തക്കാളിയാണ് വേണതും. തക്കാളിയും നുറുക്കിയെടുക്കണം. പിന്നെ അത് എല്ലാതും കൂടി മിക്സിയിലിട്ട് വേവിച്ചെടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കല്ലേ ചെയ്യുക നമ്മൾ. അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ തുടച്ച് വയ്ക്കണം. അല്ലെങ്കിൽ അവിടെ ഭയങ്കര എനിക്ക് പണി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് പാത്രം തുടച്ചിട്ടുണ്ടായില്ല. അപ്പോൾ വന്നപ്പോൾ തന്നെ ഇത് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് തുടങ്ങി പണികൾ. അപ്പോൾ നോക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് അവിടെ സ്ഥലമില്ലാണ്ടിരിക്കുന്നത്. അപ്പോൾ വേഗം വേഗം പാത്രങ്ങൾ തുടച്ച് വെച്ചു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും പണി തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് നല്ല സ്പേസ് ഉണ്ടാവുമല്ലോ അവിടെ. അല്ലെങ്കിൽ ഈ പാത്രം കഴുകി ഇവിടെ വെക്കണ തന്നെ സ്പേസ് തീരെ പോകും. അപ്പോൾ അങ്ങനെ ചായയും കൂടി തിളപ്പിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അത് ആ പണിയും കഴിഞ്ഞാൽ ഞാൻ ബയോഗ്യാസിലാണ് കേട്ടോ ചായ വയ്ക്കണത്. ചില ദിവസങ്ങളിൽ ഇൻഡക്ഷൻ വയ്ക്കും, ബയോഗ്യാസ് ഉള്ള ദിവസങ്ങളിൽ ബയോഗ്യാസിൽ വയ്ക്കും. അപ്പോൾ പിന്നെ അത് കുറച്ച് ഗ്യാസ് വരുന്നുള്ളൂ ഇപ്പോൾ. എന്താ വെച്ചാൽ അതിൻ്റെ നോബ് ഒന്ന് അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റണം. കുറേ നാളായിട്ടുണ്ട്, ഒരു 2 വർഷത്തോളമായിട്ടുണ്ട് ഞങ്ങൾ വെച്ചിട്ട്. അപ്പോൾ അയാൾ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു അത് മാറ്റിയാൽ നന്നായിട്ട് ഫ്ലെയിം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ചായ കുടിക്കണം. ചായക്ക് ഞാൻ കപ്പലണ്ടിയാണ് കൂട്ടി കടിക്കണത്. എന്നും കപ്പലണ്ടി ഞാൻ വറുത്ത് വെക്കും തീരുന്നതിനനുസരിച്ച്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ തക്കാളി, കാഷ്യൂനട്ട്, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക്, കസൂരി മേത്തി, പിന്നെ ബട്ടർ. ഈ ബട്ടർ ഞാൻ വീട്ടിലുണ്ടാക്കണ ബട്ടറാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാലിൻ്റെ പാടെടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കും. അപ്പോൾ ആദ്യം തന്നെ ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് ജീരകമാണ് പൊട്ടിക്കണത്. പിന്നെ സബോള ഇട്ട് കൊടുക്കണം. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അതൊക്കെ വാടിയാൽ മതി, മൊരിയൊന്നും വേണ്ട, വെറുതെ ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിന് ശേഷം കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തു.
ക്രീമൊന്നും ഞാൻ ഒഴിക്കണില്ല കേട്ടോ, കാഷ്യൂനട്ട് തന്നെ ഞാൻ ഒഴിക്കുന്നത്. പിന്നെ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് അങ്ങനെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്ത് ഇങ്ങനെ വെറുതെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യണത്. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ ഈ പാത്രം നോൺ സ്റ്റിക്കാണ്, പക്ഷെ സ്റ്റീലുമ്മ കോട്ട് ചെയ്തിട്ടുള്ള നോൺ സ്റ്റിക്കാണ് കേട്ടോ. സാധാരണ അലുമിനിയത്തുമ്മലല്ലേ കോട്ടിങ് വരാം. ഇത് സ്റ്റീലാണ്, ചെറിയ വെയിറ്റ് ഉള്ളൂ, നല്ല വെയിറ്റ് ഇല്ല. അപ്പം ഞാനത് കണ്ടപ്പോൾ ഒരെണ്ണം വാങ്ങി നോക്കിയതാണ്. അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങൾ എന്തോരം നാൾ ഇങ്ങനെ നിൽക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച് നോക്കിയത് ഒരെണ്ണം. അത് റിലയൻസിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഇരിങ്ങാലക്കുട റിലയൻസ് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്, അവിടെ നിന്നാണ് വാങ്ങിയത്. പിന്നെ കസൂരി മേത്തിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കില്ലേ, ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് പിന്നെ ചൂടാറിയതിന് ശേഷം അത് നമുക്ക് അരച്ചെടുക്കണം. അവിടെ ചൂടാറാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വറുത്തെടുക്കണം. ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്താൽ മതി, നല്ല ഫ്രൈ ഒന്നും ആക്കണ്ട, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ മാങ്ങ ഒരെണ്ണുണ്ടായിരുന്നു, അപ്പോൾ അത് ചെത്തി വെക്കണം. അപ്പോൾ അവൾ വരുമ്പോഴത്തേനും മോൾക്ക് കൊടുക്കാമല്ലോ, അപ്പോൾ അതും കൂടി പണി കഴിഞ്ഞിട്ടും. നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു, നീല മാങ്ങ തന്നെയായിരുന്നു, ലാസ്റ്റത്തെ മാങ്ങയാണ്, കഴിഞ്ഞു. അപ്പം അങ്ങനെ അതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പം ഞാനത് മിക്സിയിൽ ജാറിലോട്ട് ഇട്ട് കൊടുത്തേക്കാം. അപ്പോൾ ഒന്ന് മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ ഇനി ബാക്കി പണികൾ ചെയ്യാം. അപ്പോൾ ചിക്കൻ ഒരു ട്രിപ്പ് ഞാൻ കോരി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ കഴിക്കാൻ തന്നെ, വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇങ്ങനത്തെ മസാല പറ്റി നമ്മൾ ചിക്കൻ ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇനി പാനിൽ തന്നെ വെളിച്ചെണ്ണയൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ അതിലോട്ട് ഒരു ബട്ടറിൻ്റെ ഒരു കഷ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ച മസാലയും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി കുറവുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി തിള വരുന്ന നേരത്ത് നമുക്ക് ചിക്കനും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഒരു 2 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കുക. ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ പിന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടെ മുകളിൽ വിതറി കൊടുക്കുക. ഈ സമയത്ത് ക്രീം ഉണ്ടെങ്കിൽ ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കും. കണ്ടില്ലേ, നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു കേട്ടോ ബട്ടർ ചിക്കൻ്റെ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, കറി വളരെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ട്, അപ്പോൾ അതും കൂടി കഴുകി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അത് കഴുകി വെക്കണത്. പാത്രം കഴുകലൊക്കെ അപ്പം കഴുകി വെക്കണ കാരണം ലോഡാവാറില്ല. അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ തന്നെ ചെയ്തു വെച്ചോളൂ. അപ്പോൾ നമ്മുടെ പണി എളുപ്പത്തിനും ഇതാ നല്ലത്. അല്ലെങ്കിൽ നമുക്ക് പാത്രം കഴുകാൻ തന്നെ നല്ല മടിയും. ലാസ്റ്റ് എല്ലാവരും കൂടി കഴുകുമ്പോൾ നമുക്ക് മടി പിടിക്കില്ലേ. ഇങ്ങനെയാകുമ്പോൾ ഓരോന്നോരോന്ന് കഴുകുമ്പോൾ വാഷ് ബേസിൻ കാലിയായി കിടക്കണാകുമ്പോൾ സന്തോഷമാവും, പണി കഴിയുമല്ലോ അതോടൊപ്പം തന്നെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് കൊഴുവേണ് വാങ്ങിയത്. അപ്പോൾ അതൊന്ന് നുറുക്കി നാളത്തേക്ക് കായം പറ്റി വെക്കാമെന്ന് വെച്ചിട്ട് അത് നന്നാക്കി എടുത്തതാണ്. അപ്പോൾ ഇതിലോട്ട് സിമ്പിൾ മാഗ്നേഷനാണ് ഞാൻ കൊടുക്കണത്. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ. ഇപ്പോൾ കൊഴുവല്ലേ, അധികം ഇതൊന്നും വേണ്ട, ഒന്ന് നല്ല മൊരിഞ്ഞിട്ടിയാൽ മതി. ചിലർ ഇതിൽ കോൺഫ്ലവർ ചേർക്കൂട്ടാ. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ കോൺഫ്ലവർ കട മീൻസ് ഹോട്ടലിൽ പോയി കഴിക്കുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഫ്രൈ കിട്ടില്ലേ, അപ്പോൾ അതിന് ഞങ്ങൾക്ക് റിലാക്സിൽ പോയി കഴിക്കുമ്പോൾ മേടിക്കാറുണ്ട്. അപ്പോൾ അതിൽ കോൺഫ്ലവർ ചേർക്കണ കാരണം നല്ല മൊരിച്ചിലുണ്ടാവും, ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മൾ വീട്ടിൽ പൊരിക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല, അങ്ങനെ ചെയ്ത് പൊരിച്ചാൽ നല്ലത് തന്നെയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. ഇനി വേസ്റ്റ് കളയാൻ വേണ്ടി അന്നത്തെ പോലെ വന്നതാണ്. അപ്പോൾ മഴ ചെറുതായിട്ട് പെയ്തിട്ടുണ്ട്, എന്നാലും അതൊക്കെ തോർന്ന്. ഇവിടെ ചെറിയ പ്ലാവുള്ള കാരണം അതിൻ്റെ ഇല എപ്പോഴും വീഴും. ചെറിയ പ്ലാവാണ് പറയുമ്പോൾ, പക്ഷേ ഇല വീണിട്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വേസ്റ്റൊക്കെ കളഞ്ഞ് ഞാൻ അകത്തേക്ക് പോകുന്നു. അപ്പോൾ അകമൊക്കെ ഒന്ന് അടിച്ചു വാരാന്ന് വിചാരിച്ചിട്ട് അകമൊക്കെ ഒന്ന് അടിച്ചു വാരാണ്. കിച്ചണിൽ നിന്നാണ് അടിച്ചെത്തിയേക്കണത്. ഇപ്പോൾ അപ്പുറത്തുനിന്ന് അടിച്ചു കൊണ്ടുവന്നു. ഞാൻ കിച്ചണും കൂടെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ പണി. അപ്പോൾ എല്ലാ പണികളും കഴിയുമ്പോൾ ഒന്നിങ്ങനെ അടിച്ചു വാരുകയും ചെയ്യും. അപ്പോൾ ഇന്ന് തുടച്ചിട്ടില്ല, കിച്ചൺ തുടച്ചു രാവിലെ, പണിയൊക്കെ കഴിഞ്ഞപ്പോൾ തുടച്ചു. ഇപ്പോൾ വൈകിട്ടായില്ലേ, ഇനിയിപ്പോൾ തുടക്കില്ല, ഇനി നാളെ പണികൾ കഴിയുമ്പോൾ നാളെ തുടക്കുള്ളൂ.
അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷം. അപ്പോൾ രാത്രിയായി, അപ്പോൾ ജനലൊക്കെ അടക്കുകയാണ്. ഇനിയിപ്പോൾ എൻ്റെ ഡിന്നറും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വ്ളോഗ് അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ.